ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താറിനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വൈകിട്ട് ചായക്കോ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു വലിയ സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഈ ഒരു വെള്ളം ഈ പൊടിക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് ലൂസും ആവരുത്, എന്നാൽ നല്ല ടൈറ്റും ആവരുത്. ഒരു ഇടത്തരം പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ 2 സവോള കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വരുന്ന ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഈ ഒരു സ്പൂൺ അളവിലാണ് 1 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു കണക്കനുസരിച്ചിട്ട് സാധാരണ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കാവുന്നത്. ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവണ്ട. ഇത് ഈ ഒരു ചിക്കനും സവോളയൊക്കെ വെന്ത് കിട്ടുന്നതിൻ്റെ ആ ഒരു പരുവം മാത്രമായാൽ മതി. കുറച്ച് കടിക്കാനായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇതിന് വെന്ത് വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു മാവ് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇതേ പരുവത്തിലാണ് നമ്മൾ ഈ മാവിനെ റെഡിയാക്കി എടുക്കേണ്ടത്. എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ആ ഒരു പെർഫെക്റ്റ് ഒക്കെ കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. ഇനി നമുക്കിവിടെ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ബോൾസ് എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുകളിലും താഴെയൊക്കെ ആയിട്ട് തിരിച്ചും മറിച്ചൊക്കെ പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഈ മാവിനെ ഇത്രയും വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് മറ്റേ ബോൾസും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായി പൊടിയിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ പരത്തിയെടുത്ത 2 മാവും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മസാല വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാൻ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം പരത്തിയെടുത്ത മാവിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാൻ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദമാവ് ആയതുകൊണ്ട് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വലിഞ്ഞു പോവും. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഒരു മാവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് പാനിലാണോ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ആ ഒരു പാനിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പാനിൻ്റെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഇതുവരെയും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഓണാക്കരുത്. അങ്ങനെ ഓണാക്കി കൊടുത്താൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പൊട്ടിപ്പോവാതിരിക്കാനും ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ വക്ക് ഭാഗം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണമെന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് 1 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എത്ര സമയമാണോ ഇത് വെന്ത് കിട്ടാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതുപോലെ അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു 3-4 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്ര നന്നായിരിക്കും എന്നുള്ളത്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നല്ല ഫില്ലിങ്സോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.